ഹലോ, വെൽക്കം ടു Mallu Rambler. ഞാനേ നമ്മുടെ ഗോപ്രോൻ്റെ ലോ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ജിത്തു പറഞ്ഞു ഇവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ ഒരു ഇക്കട കടയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ കിഴി പൊറോട്ട ഉണ്ടെന്ന്. എനിക്ക് പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വിട്ടാലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കട. ഞാൻ ശരിക്കും ഈ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കട ഇതാണ്. അതായത് ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ കട ഇവിടെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചെറിയ ജോലിക്കൊക്കെ പോകും. ഇവിടെ ലോഡ് ഇറക്കാൻ, അതുപോലെ ഇവിടെ ഒരു സോഡ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ജോലിക്ക് പോകും. അതിന് കിട്ടുന്ന പൈസയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇവിടുത്തെ ഇക്കയെ കൊണ്ട് ഏൽപ്പിക്കും. അതായത് നമ്മുടെ അമ്മമാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ കടത്തീറ്റി തുടങ്ങുന്നത് ഇവിടുന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. കിഴി പൊറോട്ട ഇവിടെ റെഡിയാകുന്നുണ്ട്. അപ്പം നമ്മുടെ സാധനം വന്നിട്ടുണ്ട്, നമ്മൾ പൊട്ടിച്ചു നോക്കാം. കഴിച്ചു നോക്കാം. പൊറോട്ടയും ബീഫായിട്ട് മിക്സായിട്ട് കിടക്കുന്ന ദോഷമുണ്ട്, അതൊന്ന് കഴിച്ചാണ്. നല്ല ചൂടാണ്. പൊറോട്ടയും ഒരു ബീഫും ചെറിയ സവോളകൾ എടുത്തിട്ട് എനിക്കൊന്ന് കിഴി പൊറോട്ട ആരുണ്ടാക്കിയാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നന്നായിട്ട് വെന്തുടഞ്ഞ പൊറോട്ടയിൽ ഒരു ബീഫ്, ചെറിയൊരു ക്യാരറ്റ് കൂടെ വെച്ചിട്ട് ഇത് ശരിക്കും പുട്ടുകടയാണ്. ഇവിടെ പുട്ടുണ്ട്,
കുറേ വെറൈറ്റി പുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ പുട്ട് കഴിക്കാതെ പോകുന്നത് ശരിയല്ലോ, നമുക്കൊരു പുട്ട് കൂടെ ട്രൈ ചെയ്യാം. ആദ്യം ഇത് കഴിച്ചു കഴിയും. പുട്ട് വന്നിട്ടുണ്ട്. പുട്ടും ബീഫ് റോസ്റ്റും ആണ് ഇവിടുത്തെ മെയിൻ. പക്ഷെ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ വന്നപ്പോൾ താമസിച്ച് പോയിട്ട് നമുക്ക് ബീഫ് കിട്ടിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു ചിക്കൻ ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പുട്ടും ബീഫായിട്ട് അടിക്കാം. തൽക്കാലം നമുക്ക് ചിക്കൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ്. ഇത് ഒഴിച്ചിട്ടൊന്ന് വെച്ച് നോക്കാം. ഇത് കുറച്ച് ഗ്രേവിയൊക്കെ കൂടുതൽ ഒഴിച്ച് കഴിക്കണം, അതാണ് എൻ്റെ ഒരു സുഖം. ചിക്കൻ്റെ ഗ്രേവിയാണ്. ശരിക്കും പുട്ട് കഴിക്കണമെങ്കിൽ ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഗ്രേവി തന്നെയാണ്. ഒന്നും കുഴപ്പമില്ല. ഞാൻ ആ ബീഫിൻ്റെ അത്ര അങ്ങോട്ട് ഒരു സുഖമില്ല. അല്ലെങ്കിൽ ചിക്കൻ നോക്കാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് ഫ്രൈ ആണെങ്കിൽ ഒരുപാട് ഡീപ്പല്ല, കുറച്ച് ജ്യൂസി ആയിട്ടുണ്ട്. എനിക്ക് ശരിക്കും ഇങ്ങനെയാണ് ഇഷ്ടം. ഒരുപാട് ആളെ പപ്പടം കൂടി കഴിക്കും. പക്ഷെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കിഴി പൊറോട്ട തന്നെയാണ് പൊളി. കാരണം അത് വേറൊരു ടേസ്റ്റാണ്. ആ പൊറോട്ടയിലേക്ക് നമുക്ക് ആ വാഴയിലയുടെ ഒക്കെ എസൻസ് ഒക്കെ ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ ഇതിനു മുമ്പ് കിഴി പൊറോട്ട കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് കഴിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് എവിടെയും വന്നിട്ടില്ല. എല്ലായിടത്തും എനിക്ക് കിഴി പൊറോട്ട കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കിഴി പൊറോട്ട. കഴിച്ചിട്ടില്ലാത്തതാണ് ഉറപ്പായിട്ടും കിഴി പൊറോട്ട ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇന്ന് നമ്മുടെ ഗോപ്രോയുടെ ലോ ലൈറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അത് നടന്നില്ല. പക്ഷേ ഇതിലൊരു കിഴിപ്പൊറോട്ട കഴിക്കാൻ പറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കിഴിപ്പൊറോട്ട. അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിലൊക്കെ വരികയാണെങ്കിൽ, ഇത് ഹൈവേയിൽ തന്നെയാണ് ഈ കടയുള്ളത്, വരികയാണെങ്കിൽ ഇവിടെ കയറുക. ഞാൻ കടയുടെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുമ്പോൾ കയറുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.